തിരുവനന്തപുരം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, അങ്ങനെയാണ് കോഴിക്കോട് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. അതായത് നമ്മുടെ ഈ ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇല്ല, അതറിയാത്ത ഒരാളില്ലല്ലോ, അത് അങ്ങനെ കൊടുത്തിരിക്കുന്ന 100, 200, 1000 കോടി വായ്പ എടുക്കാനും കേപ്പബിലിറ്റി ഉള്ള കഴിവുള്ള കോൺട്രാക്ടർമാർ ഈ കേരളത്തിൽ വളരെ കുറവേ ഉള്ളൂ. വായ്പ എടുക്കാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കാം. മിടുക്കന്മാർ അവർ കൃത്യമായിട്ട് കണക്കൊക്കെ നോക്കി വിശ്വാസ്യത നേടി അവർ വായ്പ എടുക്കും, കോൺട്രാക്ടർക്ക് കൊടുക്കും, പണി ചെയ്യിച്ചോളും. സർക്കാരല്ലേ ഈ സ്ഥാപനം. അപ്പൊ കേരളം എടുത്ത് അവരും എടുത്ത്, കേരളം നക്കാപ്പിച്ച ഇത്രയും വെള്ളമേ ഉള്ളൂ. അവരെടുത്തത് 5 ലക്ഷം കോടിയുടെ അതിന് മുകളിലുള്ളതാണ്. കേരളത്തിന്റെ കടത്തിപ്പെടുത്തണം CNDG. നിങ്ങൾ നിയമത്തെ ചുറ്റി പിടിക്കണേ. കേന്ദ്രത്തിൻ്റെതോ ഇതെങ്ങനെയാണെന്ന് ഇരട്ടത്തപ്പ പരിപാടി. നമ്മുടെ നാട് വികസിക്കാനായിട്ട് പണം പണിയും പണം കണ്ടെത്താനാ മന്ത്രിപ്പണി നടത്തുന്നത്, അല്ലാതെ അക്കൗണ്ടന്റ് ആയിട്ടിരിക്കാന്നല്ല. അത് വേറെ കണക്കപ്പിള്ള വെച്ചാൽ പോരെ. നമ്മുടെ നാടിന് നിങ്ങൾ പറ, നമ്മുടെ ഇപ്പം പണിതുകൊണ്ടിരിക്കുന്ന റോഡ്, പാലങ്ങൾ, വ്യവസായ പാർക്കുകൾ, ഫോണ്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ലൈൻ, ഇതൊക്കെ ഒരു 25 വർഷം കൊണ്ട് വിടതാൽ മതിയോ? ഇന്ന് വേണോ 25 വർഷം നിങ്ങൾ ഞാനുണ്ടാവും ആർക്കറിയാം. ഇന്ന് വേണം ഈ കാര്യം. 25 വർഷം കൊണ്ട് പണം കൊടുത്താൽ മതി, ഇന്ന് വേണം. അപ്പോൾ സർക്കാരിന് വായ്പ എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്ന കേരളത്തിൽ? UDF സർക്കാരുണ്ടായപ്പോഴും UDF സർക്കാരും ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞ് വലിയ റോഡുകളൊക്കെ എടുത്തു. അതെങ്ങനെയാണ് പണം കണ്ടിരുന്നറിയോ? ടെൻഡർ വിളിക്കും, അപ്പം തന്നെ പറയും പൈസ 25 വർഷം കൊണ്ട് തരും. വാക്കാനം വരെയുള്ള പലിശയും കൂടി ചേർത്ത് ടെൻഡർ വിളിച്ചോണം. നിങ്ങൾ വായ്പ എടുത്ത് പണം വേണം, സർക്കാർ വായ്പ എടുത്ത് തരും. ഇതാണ് ആനുവിറ്റി പ്രോഗ്രാം. അങ്ങനെയാണ് തിരുവനന്തപുരം സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം, അങ്ങനെയാണ് കോഴിക്കോട് സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. അതായത് നമ്മുടെ ഈ ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഇല്ല, അതറിയാത്ത ഒരാളില്ലല്ലോ, അത് അങ്ങനെ കൊടുത്തിരിക്കുന്ന. അവിടെ 2016 ഞാനൊരു കാര്യം പരിശോധിച്ചു. ഇതിന്റെ പലിശ എത്ര വരും? പലിശയും കൂടി ചേർത്ത വിലക്കാണല്ലോ ടെൻഡർ വിളിക്കുന്നേ. ഇപ്പൊ പലിശ കൊടുത്തു നോക്കിയപ്പോഴുണ്ടല്ലോ 12% മുതൽ 20% വരെയാണ് പലിശ കണക്കാക്കിയിട്ടുള്ളത്. ഇംപ്ലിസിറ്റ് ടെൻഡർ വിളിക്കുമ്പോൾ മത്സരിച്ച് വിളിച്ച് താഴ്ന്ന പലിശക്ക് എടുക്കണം. പക്ഷേ 100, 200, 1000 കോടി വായ്പ എടുക്കാനും കേപ്പബിലിറ്റി ഉള്ള കഴിവുള്ള കോൺട്രാക്ടർമാർ ഈ കേരളത്തിൽ വളരെ കുറവേ ഉള്ളൂ. അതുകൊണ്ട് ഉമ്മാർ ഒത്തു വിളിക്കും, ആള് വരുന്നില്ല. അപ്പോൾ 2 പേരുണ്ടാവും, അല്ലെങ്കിൽ ഒരാൾ ഉണ്ടാവുള്ളൂ. അയാൾ വിളിക്കുന്നത് അംഗീകരിച്ചു കൊടുക്കും. അപ്പം നമ്മൾ ചെയ്ത പണിയാണ്. എന്തിനാ കോൺട്രാക്ടർ വായ്പ എടുക്കണേ? വായ്പ എടുക്കാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കാം. മിടുക്കന്മാർ അവർ കൃത്യമായിട്ട് കണക്കൊക്കെ നോക്കി വിശ്വാസ്യത നേടി അവർ വായ്പ എടുക്കും, കോൺട്രാക്ടർക്ക് കൊടുക്കും, പണി ചെയ്യിച്ചോളും. സർക്കാരല്ലേ ഈ സ്ഥാപനം. നേരത്തെ ആനുവിറ്റി പ്രോഗ്രാം പ്രകാരം ഇവർക്ക് നമ്മൾ സർക്കാർ ആനുവിറ്റി ആയിട്ട് പണം കൊടുക്കും. നേരത്തെ ഉള്ള ആനുവിറ്റി പ്രോഗ്രാം UDFന്റെ കാലത്ത് നടപ്പാക്കിയപ്പോൾ കായ്പായിട്ട് കണക്കാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പിന്നെ ഇപ്പൊ വേണമെന്ന് തോന്നിയത് ഇങ്ങനെയാ. ഈ നാടിന്റെ വികസനത്തെ ചെയ്യുന്നൊരു ഏർപ്പാട് നമ്മുടെ കേരളത്തിന്റെ ആവശ്യമല്ലേ? അങ്ങനെയല്ല അവർ കാണണേ. ഇങ്ങനെയൊക്കെ അങ്ങോട്ട് നന്നായിട്ടുണ്ടെങ്കിൽ ഇനി 3ാം തവണ ജയിച്ചാലോ കേരളം ഇങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് നന്നാവുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവര് CAG വിട്ട് ആദ്യം എഴുതിച്ചതാണ്. എന്നിട്ട് പത്രത്തിൽ ലീക്ക് ചെയ്ത് വലിയ പ്രശ്നമാക്കിയാണ്. അപ്പോൾ സതീശൻ പറയണത് ഇപ്പം ഞാനാണ് ആദ്യം ഇത് പറഞ്ഞതെന്നാണ്. അങ്ങനെയാണ് ഇപ്പോൾ കാര്യം. CAGക്ക് ഇദ്ദേഹമാണ് ഉപദേശം കൊടുത്തിരുന്ന വട്ടലവറാണ്. എന്തൊക്കെയാണ് പറയണത്? നാടിന് വല്ലതും നടക്കുന്നത് തടയാൻ വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ CAG അന്വേഷിച്ചു വന്നു. ഈ CAG തന്നെ 2019-20 കേന്ദ്രം ഇങ്ങനെ വായ്പ എടുത്തതിന്റെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ കേന്ദ്രം ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറയും, കണക്കിപ്പെടുത്തത്തില്ല. CAG പറഞ്ഞത്, കേന്ദ്രം പറഞ്ഞത് 2.5 ലക്ഷം 3 ലക്ഷം കോടി രൂപ ഇങ്ങനെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എടുത്തിട്ടുണ്ടെന്നാണ്. അതല്ല, വേറൊരു 2.5 ലക്ഷം കൂടി നിങ്ങൾ എടുത്തിട്ടുണ്ട്. FCI വായ്പ എടുത്ത് കണക്കാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നീണ്ടു.
അപ്പൊ കേരളം എടുത്ത് അവരും എടുത്ത്. കേരളം നക്കാപ്പിച്ച ഇത്രയും വെള്ളമേ ഉള്ളൂ. അവരെടുത്തത് 5 ലക്ഷം കോടിയുടെ അതിന് മുകളിലുള്ളതാണ്. കേരളത്തിന്റെ കടത്തിപ്പെടുത്തണം CNDG. നിങ്ങൾ നിയമത്തെ ചുറ്റി പിടിക്കണേ. കേന്ദ്രത്തിൻ്റെതോ ഇതെങ്ങനെയാണെന്ന് ഇരട്ടത്തപ്പ പരിപാടി. എന്നാ പിന്നെ CAG പറയും അവിടെ ഇവിടെ ഒരുപോലെ. ഒന്നാമത്തെ ചോദ്യം അതാണ്, എന്ത് കേരളത്തിന് വേണം. രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയാം? ശരി, കേന്ദ്രം പറയാം നിങ്ങൾ സംസ്ഥാനം, ഞങ്ങൾ കേന്ദ്രം, ഞങ്ങളാണ് നിയമം ഉണ്ടാക്കുന്നവർ, ഞങ്ങൾ നിയമം മാറ്റി. ഇനി സംസ്ഥാനം കേന്ദ്രത്തിന് വായ്പ എടുക്കാം, സംസ്ഥാനം ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനം ഇവിടെ വായ്പ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പിടിക്കും. ശരി, അവരുണ്ടാക്കി. എങ്ങനെ മുൻകാല പ്രാബല്യം കൊടുക്കാം? ഇപ്പോഴല്ലേ കേന്ദ്ര സർക്കാർ CAG പറഞ്ഞ കേന്ദ്രത്തിന് നിയമമൊന്നുമല്ല. CAG പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാ പറയണമെന്നറിയാമോ? നിയമസഭയെ കൊണ്ട് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാനാണ്. അങ്ങനെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചർച്ച ചെയ്യണം. അല്ലാതെ CAG പറഞ്ഞാൽ ഇന്ത്യയുടെ നിയമമൊന്നും ആവില്ല. ഇവര് എങ്ങനെ മുൻകാല പ്രാബല്യം കൊടുത്തു? കിഫ്ബി ഉണ്ടായ കാലം മുതലെടുത്ത വായ്പ ഇനി ഞങ്ങൾ പിടിക്കുന്ന പറയണം. നടക്കണ കാര്യമാണ് ഇപ്പറയാണ്. മൂന്നാമത്തത്, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ സംസ്ഥാനം 3% പാടില്ലെന്ന്. ഈ മഹത്തായ കേന്ദ്രം ഈ നിയമം ഉണ്ടായതിനു ശേഷം ഒരു വർഷം ഒരു 4% താഴ്ന്ന് വായ്പ എടുത്തിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ശരാശരി വായ്പ പറഞ്ഞിട്ടും 4.5%. നിയമവിരുദ്ധമായിട്ട് കേന്ദ്രം ഇത്രയും നാള് 4.5% വെച്ചെടുത്തോണ്ട് ഈ വർഷം വായ്പ പാടില്ലെന്ന് ആരെങ്കിലും പറയുന്നുണ്ട്? അപ്പൊ ഇതുണ്ടല്ലോ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഉന്നം വെച്ച് നീങ്ങുന്നത്.